ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും പാർട്ടി അധ്യക്ഷന്മാരോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടു. അമിത്ഷായും രാഹുൽ ഗാന്ധിയും നടത്തിയ പരാമർശങ്ങൾക്ക് എതിരെയാണ് കമ്മീഷന് പരാതി ലഭിച്ചത്. ബിജെപി അധ്യക്ഷൻ ജെ.പി. നദ്ദയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും ഇന്ന് വിശദീകരണം നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. താരപ്രചാരകരായ അമിത്ഷായും രാഹുൽ ഗാന്ധിയും നടത്തിയ പരാമർശമാണ് പരാതിക്ക് ആധാരം. നവംബർ 6-ന് മുംബൈയിൽ നടത്തിയ പ്രസംഗത്തിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനങ്ങൾ അവസരം തട്ടിയെടുക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചതായി ബിജെപി പരാതി നൽകിയിരുന്നു. രാഹുൽ ഗാന്ധിയുടേത് തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനയാണെന്നും നുണയാണെന്നും രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കിടയിൽ ശത്രുതയും ഭിന്നതയും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും ബിജെപിയുടെ പരാതിയിൽ പറയുന്നു. നവംബർ 12-ന് ധൻബാദിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശം ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും സഖ്യകക്ഷികളെയും കുറിച്ച് ദുരുദ്ദേശപരവും അപകീർത്തികരവുമായ പ്രസ്താവനകൾ നടത്തിയെന്ന് പാർട്ടി നൽകിയ പരാതിയിൽ പറയുന്നു. SC/ST OBC വിഭാഗങ്ങളുടെ സംവരണം എടുത്തുകളയാനും മതന്യൂനപക്ഷ സമുദായത്തിലെ അംഗങ്ങൾക്ക് നൽകാനും കോൺഗ്രസ് പദ്ധതിയിടുകയാണെന്ന് അമിത്ഷാ ആരോപിച്ചുവെന്നാണ് കോൺഗ്രസിന്റെ പരാതി. നവംബർ 13-നാണ് പരാതി നൽകിയത്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വോട്ടർമാരെ ഇളക്കിവിടുന്നതിനും വർഗീയ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് അവരെ BJPക്ക് വോട്ട് ചെയ്യിക്കാനും ലക്ഷ്യമിട്ടാണ് അമിത്ഷായുടെ പ്രസ്താവനകളെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനം നടന്നുവെന്നാണ് ഇരുവിഭാഗങ്ങളും ആരോപിക്കുന്നത്. പരസ്പര വിദ്വേഷം സൃഷ്ടിക്കുന്നതോ മതപരമോ ഭാഷാപരമോ ആയ ഭിന്നതകൾ സൃഷ്ടിക്കുന്നതോ ആയ ഒരു പ്രവർത്തനത്തിലും ഒരു പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ഇടപെടരുത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം അവരുടെ നയങ്ങളിലും പരിപാടികളിലും മുൻകാല പ്രവർത്തനങ്ങളിലും ഒതുങ്ങി നിൽക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ